നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അവസാനത്തെ ആ പവിത്രമായ പരിശുദ്ധമായ ഹജ്ജിൻ്റെ അന്ന് നബി അറഫയിൽ നിൽക്കുന്ന അന്ന് വെള്ളിയാഴ്ച കൂടെ ആയിരുന്നു. ആ വെള്ളിയാഴ്ചയിലെ അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നാണ്. ആ ആയത്തിൻ്റെ അവതരണം അന്നാണ് നടന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ പറയുന്ന സന്ദർഭം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, ഒരായത്തുണ്ടല്ലോ നിങ്ങളെ ഖുർആനിൽ നിങ്ങൾ സ്ഥിരം ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്ത്, ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. എങ്ങാനും ആ ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കാണ് ആ ആയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ദിവസം ഞങ്ങൾക്ക് പെരുന്നാളാകുമായിരുന്നു എന്നാണ്. ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ദിനമായിരിക്കുന്നതാണ്. അയ്യോ ആയ ഏതായത്താണെന്ന് ചോദിച്ചു. അപ്പം ജൂതൻ പറഞ്ഞു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഈ ആയത്തിന് ശേഷം വിധിവിലക്കുകൾ, ഹറാമുകളും ഹലാലുകളും പ്രതിപാദിക്കുന്ന വചനങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഇതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന അൽബക്കറിയിലെ ആയത്താണ്. എന്നാൽ ഇതിന് ശേഷം വിധിവിലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ മഹത്തായ മതത്തെ അള്ളാഹു നമുക്കൊരനുഗ്രഹമായി ഏൽപ്പിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിനം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറഫ്നാ ദാലികൽ യൗം വൽ മകാൻ, ഞങ്ങൾക്കറിയാം ഈ ആയത്തിറങ്ങിയ സ്ഥലം, ഈ ആയത്തിറങ്ങിയ ദിനം, അല്ലദീ നസലത്ത് ഫീഹി, ഞങ്ങൾക്കറിയാം നബിക്ക് എവിടെ വെച്ചിറങ്ങി എപ്പോൾ ഇറങ്ങി ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നാണ്. ഏറ്റവും സുപ്രധാനമായ ഈ ഒരു ആയത്തിൻ്റെ അവതരണമുണ്ടായ ദിനമാണ് അറഫയുടെ ദിനമെന്ന് കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത് ഞങ്ങളുടെ ഉമർ പറഞ്ഞു, ഞങ്ങളെയും ഈദ് തന്നെയാണ്. അത് നമ്മുടെ ഈ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിനമടക്കം നമുക്ക് പെരുന്നാളിൻ്റെ ദിനങ്ങളാണ്. ആ ദിവസങ്ങളിലൊക്കെ അക്കലും ഷുർബ്, ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ്. അറഫൻ്റെ അന്ന് എന്ത് ചെയ്യുന്നില്ല, ഹാജിമാർക്ക് നോമ്പില്ല, നമുക്കേ നോമ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദിനങ്ങളെല്ലാം ആഘോഷമായിട്ടാണ് ആ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു ഈ ദിനത്തെ കൊണ്ട് സത്യം ചെയ്തു എന്നാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ്. അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ പരലോകമാണ്. അതേപോലെ തന്നെ വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ അത് അറഫ ദിനമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി പറഞ്ഞു അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മഷ്ഹൂദ് യൗമു അറഫ, യൗമുൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ അത് അറഫ ദിനമാണ്. അള്ളാഹു ഒരു ദിനത്തെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം മഹത്വമായ ഒരു ദിനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും അതുകൊണ്ട് തന്നെ പറ്റും. മാത്രമല്ല സഹോദരങ്ങളെ, എത്ര വലിയൊരു അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് മാത്രം മതി. യുക്കഫിറു സന അൽ മാദിയ വസനത്തുൽ ഖാബില, വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെയും കഴിഞ്ഞൊരു വർഷത്തിൻ്റെയും എന്ത് ചെയ്യും പാപങ്ങൾ നമുക്ക് പുറത്ത് കിട്ടാൻ മാത്രം അന്നത്തെ ഒരു നോമ്പ് കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഖുർആനുമായിട്ട് ഈ ദിവസത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ആയത്തും കൂടെ ഉണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 173-ാമത്തെ ആയത്ത്. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിന, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയും എല്ലാ സൃഷ്ടികളെ കൊണ്ടും അത് അള്ളാഹു അംഗീകരിപ്പിക്കുകയും ചെയ്തതിൻ്റെ സ്ഥലമായി കൊണ്ട് പറയുന്നത് ഈ കരാർ ആദം സന്തതികളോട് അള്ളാഹു എടുത്തിട്ടുള്ളത് ഈ അറഫയിലാണ് എന്നും ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അൽ ഹജ്ജു അറഫയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. അപ്പോൾ ഒരു ഹാജിക്ക് അറഫയിൽ ഒരല്പസമയമെങ്കിലും നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹം അടുത്ത വർഷം പോയിട്ട് ഹജ്ജിൽ പോയിട്ട് അറഫയിൽ നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഹജ്ജ് പൂർത്തിയാവുള്ളൂ എന്നാണ്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ആ ദിനം വല്ലാത്തൊരു ദിവസമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടെന്നാൽ ഹാജിമാരെല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലം അറഫയാണ്. എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അറഫയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പല സന്ദർഭങ്ങളിലായിട്ടാണ് പോയി വരിക, എല്ലാ സമയത്തും. പിന്നെ മുസ്ദലിഫയിൽ എത്തുമെങ്കിലും പല സമയങ്ങളിലായിട്ട് എത്തിയിട്ട് അവർ തിരിച്ചു പോകും. മാത്രമല്ല എല്ലാവരും ഇഹ്റാമിലായിരിക്കും, ഇഹ്റാമിൻ്റെ വേഷത്തിൽ മൊത്തം ഇഹ്റാമിൽ എല്ലാവരും ഇവിടെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഹജ്ജിൻ്റെ ഒരു ആരംഭമാണ്. നമ്മൾ മിനയിൽ നേരത്തെ എത്തുന്നുണ്ടെങ്കിലും 9 ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കൻ ആരംഭിക്കുന്നത്. സത്യത്തിൽ അവിടെ വെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന,
ജീവിതത്തിൽ ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതാണ് ആ അറഫയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, അൻസിത് ലിയന്നാസ്, ബിലാലെ ജനങ്ങളോടൊക്കെ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് മൗനം ദീക്ഷിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് അൻസിത്തൂലി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നിങ്ങളൊക്കെ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു. ഫനസത്തന്നാസ്, അപ്പോൾ ജനങ്ങളെല്ലാവരും മൗനമായിട്ടിരുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅശറന്നാസേ ജനങ്ങളെ, അതാനി ജിബ്രീൽ ആനിഫൻ, ഇപ്പോൾ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ സലാം എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ, അറഫയിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പോർത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ്, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ നബിയേ എന്നാണ്. ഹാദാ ലക്കും വലിമൻ അതാ ബഅദകും ഇലാ യൗമിൽ ഖിയാമ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ശേഷം വരാൻ പോകുന്ന ആളുകൾക്കും. ആ അറഫയിലൊന്ന് നിൽക്കാൻ പറ്റിയാൽ മുഴുവൻ പാപങ്ങളും പുറത്തു പോകുന്ന സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ഒരു ദിനമല്ലേ അത്. ജീവിതത്തിൽ നമ്മുടെ ഒരു ഉച്ച സമയത്തൊക്കെ ളുഹറോട് കൂടെ എത്തിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടെ മഗ്‌രിബോട് കൂടെ മഗ്‌രിബ് നിസ്കരിക്കാതെ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴേക്കും എന്തെല്ലാം നടക്കുന്നു. മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ, ഏറ്റവും അധികം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനം. എത്രയോ ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിനമാണ് ആ ദിവസം. മിൻ യൗമി അറഫ, അറഫ ദിനത്തിൽ. വ ഇന്നഹു ലയദ്നു, അല്ലാഹു ഇറങ്ങി വരുന്നാണ്. എന്നിട്ട് തുമ്മ യുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് അല്ലാഹു ഈ ഒരുമിച്ച് കൂടിയ മഹാജനസഞ്ചയത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുമെന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയും, മാ അറാദ ഹൗലായി, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമെന്നാണ്. അതാണ് അറഫയിലെ ഏറ്റവും. മാത്രമല്ല, ഇന്നല്ലാഹ യുബാഹി ബിഅഹ്ലി അറഫ മലായികത്തു, അവിടുത്തെ മലക്കുകളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും, അവിടുന്ന് അഭിമാനം കൊള്ളുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയും മലക്കുകളോട്, ഉൻദുറു ഇലാ ഇബാദി, ദാ എൻ്റെ അടിമകൾ വന്ന് നിൽക്കുന്നത് നോക്കൂ എന്നാണ്. ഖദ് അതൗനി ശഅസൻ ഉബ്റൻ ലാഹീൻ, നല്ല വെയിൽ കൊണ്ട് പിന്നെ അതേപോലെ തന്നെ ആകെ ജട പിടിച്ച് പൊടി പിടിച്ച് അവരിതാ വന്നിരിക്കുന്നു എന്നാണ്. അതൊരു വല്ലാത്ത നൃത്തവും വല്ലാത്തൊരു യാത്രയാണ്. അതൊരു പ്രത്യേക അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിലേക്ക് കൈയുയർത്തി കരയുന്ന കണ്ണീരൊഴുക്കുന്ന ഒരു മഹത്തായ ഒരു ദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ അറഫയുടെ ദിനമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ മറക്കാത്ത ദിനമാണ്. ഹജ്ജിന് വേണ്ടി പോയ ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറക്കാത്ത ഒരു ദിനമാണ് അറഫ. കാരണം അള്ളാഹുവുമായി അടുത്ത് നിന്ന് തൻ്റെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളും അള്ളാഹുവോട് പറഞ്ഞ നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്നൊരു ദിനം. അത്മംതു അലൈക്കും നിഅമതി എന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. അനുഗ്രഹം പൂർത്തിയാക്കി അറിഞ്ഞാൽ അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പാപം പുറത്തു തരിക എന്ന് പറഞ്ഞാൽ. അതും കൂടി ഇതിൽ ചേർത്ത് പറയുന്നുണ്ട്. നിനക്കുള്ള അനുഗ്രഹം പൂർത്തിയാകാൻ എന്ന് പറഞ്ഞുകൊടുത്ത് പാപമോചനം കൂടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളാരും ഹജ്ജിന്റെ ഭൂമിയിലല്ല, ഹജ്ജിന്റെ ഹാജിമാരല്ല. ഹജ്ജിന് പോകേണ്ടവരെല്ലാവരും പോയി കഴിഞ്ഞു. സ്വാഭാവികമായും ആ അറഫ ഒരുമിച്ച് വരുമ്പോൾ, ആ അറഫ ദിനം സമാഗതമാകുമ്പോൾ, ഇത്രയും പുണ്യം നിറഞ്ഞ ഒരു മഹത്വരമായ ദിനത്തിൽ ആ ദിനത്തിൻ്റെ പകൽ മുഴുവൻ ഒരു നോമ്പുകാരനാകാനുള്ള ഭാഗ്യം മതപരമായി നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു മഹത്തായ ദിനമാണ്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം ആ ദിവസം ശരിയായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും ആ നോമ്പ് ശരിയായി നിർവഹിക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫയുടെ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. അന്ന് ചെല്ലേണ്ട ദിക്റുകൾ ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തക്ബീറുകൾ മുത്തലക്കായും മുഖയ്യദായുമുള്ള തക്ബീറുകൾ ഉണ്ട്. സാധാരണ മുത്തലക്കായ തക്ബീർ എന്നാൽ നമുക്ക് ദുൽഹജ്ജ് പറഞ്ഞത് മുതൽ തന്നെ തക്ബീർ ചൊല്ലി തുടങ്ങാം. മറ്റൊന്ന് അറഫയുടെ ദിവസം രാവിലെ മുതൽ അയ്യാമു തശ്രീഖ് മുഴുവനായിക്കൊണ്ട് നമസ്കാരത്തിന് ശേഷമൊക്കെ ആയിട്ട് മുഖയ്യദായിട്ടുള്ള തക്ബീറുകളും ചൊല്ലാമെന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മഹത്തായ ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നൊരു ധാരണയോടുകൂടെ തന്നെ നിൽക്കുവാനും ആ അറഫയിൽ നിൽക്കാൻ ഇതുവരെ സൗകര്യം ലഭിക്കാത്തവർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അടുത്ത അറഫയിലെങ്കിലും എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു പോകുന്ന ആ പരിശുദ്ധമായ
പിന്നെ സ്ഥലത്ത് നമുക്ക് എത്താനും അതേപോലെ തന്നെ ഹജ്ജിൽ പങ്കെടുക്കുവാനും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു ഇതുവരെ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജും അറഫയിൽ നിന്നവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും ഇനി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാം.